ഇലക്ട്രിക്കൽ എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്ലാസ്സാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് സിമ്പിൾ ടോപ്പിക്കാണ് പറയാനുള്ളത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പഠിച്ചത്? വാട്ട് അവർ മീറ്റർ അല്ലേ, നമ്മളെ വീട്ടിൽ വൈദ്യുതിയുടെ ഉപയോഗം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ വൈദ്യുതി അതിൻ്റെ അളവിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ എനർജിയുടെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? കുറയ്ക്കണം. കാരണം നമ്മുടെ വീട്ടിൽ വരുന്ന വൈദ്യുതി പ്രധാനമായിട്ട് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? പ്രധാനമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വൈദ്യുതി വരുന്നതിൽ സോഴ്സിൽ ഒന്നെന്ന് പറയുന്നത് തെർമൽ പവർ പ്ലാന്റുകളാണ്. അപ്പോൾ തെർമൽ പവർ പ്ലാന്റ് അഥവാ താപ വൈദ്യുത നിലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കൽക്കരി പോലെയുള്ള ഫ്യൂവലുകൾ കത്തിച്ചിട്ടാണ് അവിടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കൽക്കരി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ്? അത് ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകുന്ന അല്ലെ ഒരു നോൺ റിന്യൂവബിൾ റിസോഴ്സാണ്. അപ്പോൾ ഇത്തരം റിസോഴ്സുകൾ നമ്മൾ മാക്സിമം ഉപയോഗം കുറയ്ക്കണം. മാത്രമല്ല ഇത് കത്തിക്കുന്ന സമയത്ത് ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങളുണ്ടാകും. ആ വാതകം എന്താണ്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ വൈദ്യുതി അതുപോലെ മാത്രമല്ല നല്ല വിലയുള്ള സാധനമാണ്. ഇപ്പോൾ പറയുമ്പോൾ അങ്ങനെ പറയണമല്ലോ, പല പൈസയുണ്ട്. അപ്പോൾ ചുമ്മാ അങ്ങനെ നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാം? നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കാണ്, പക്ഷേ പരീക്ഷയ്ക്ക് ഇവിടുന്ന് ചോദ്യം വരും, അത് ഉറപ്പാണ്. അത് മാർക്ക് നിങ്ങൾക്ക് ചുമ്മാ തരാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളാണല്ലോ നാളത്തെ ഈ പറയുന്ന സിറ്റിസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ബോധവും വിവരമൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഭാവിയിൽ അതിന് ഗുണം ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഇലക്ട്രിക്കൽ എനർജിയുടെ കൺസംഷൻ കുറയ്ക്കുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കും? എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഉപയോഗിക്കുക അല്ലെ. പഴയ സാധനങ്ങളൊക്കെ പലരും വീട്ടുകാരൊക്കെ എന്ത് ചെയ്യും? പിശുക്ക് കാണിച്ചിട്ട് മാറ്റാതെ വെച്ചേക്കും അല്ലേ. അപ്പോൾ പറയണം അവരുടെ അടുത്ത്, നമ്മൾ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ ഉപകരണങ്ങളൊക്കെ എടുത്ത് മാറ്റണം. കാരണം അന്നത്തെ എനർജി നീഡിനനുസരിച്ചാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പണ്ട് കാലത്ത് നമുക്ക് എനർജി ക്രൈസിസ് ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് കുറച്ചുകൂടി എനർജിയൊക്കെ ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഉപകരണം ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ കാലം കഴിയുമ്പോൾ അത് മാറ്റണം. പഴയ ഫ്രിഡ്ജ്, പഴയ മോട്ടോർ, അതുപോലെ പഴയ ഫാനൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യണം. സത്യം പറഞ്ഞാൽ അവിടെ വരുന്ന നഷ്ടം നമുക്ക് കറണ്ട് ബില്ലിൽ ലാഭമായിട്ട് വരും. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ പുതിയ ഉപകരണങ്ങളൊക്കെ അല്ലെ ടെക്നോളജി കൂടിയിട്ടുണ്ട്. സോ എനർജി കുറച്ച് മതി. ടേൺ ഓഫ് സ്വിച്ചസ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ യൂസ്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ പേര് വഴക്ക് കിട്ടാത്ത ഒരു കുട്ടിയും എൻ്റെ ക്ലാസ് കാണുന്നുണ്ടാവില്ല അല്ലേ. വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലൈറ്റ് ഫാൻ ഓഫ് ചെയ്യണം. അത് അച്ഛനും അമ്മയും ചുമ്മാ പറയുന്നതല്ല, കറണ്ട് ബില്ല് ഇച്ചിരി കൂടുതലാണ്. ഇനി സാമൂഹിക പ്രതിബദ്ധത ആലോചിച്ചാൽ വൈദ്യുതി എന്ന് പറയുന്നത് തീർന്നു പോകുന്നൊരു സാധനമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? വേസ്റ്റ് ആക്കി കളയരുത്. യൂസ് LED ബൾബ് ആൻഡ് ട്യൂബ്. ഇല്ല, വീട്ടിൽ പഴഞ്ചൻ മറ്റേ ഈ ഫിലമെൻറ്റ് ലാമ്പൊക്കെ ഉണ്ട്, ബൾബൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് പറയണം അത് മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ? LED വാങ്ങിച്ച് ഇടാനായിട്ട്. LED ആകുമ്പോൾ കാലം കൂടുതൽ കിടക്കുകയും ചെയ്യും, ഏതെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടാകത്തുമില്ല, ആവശ്യമില്ലാതെ ചൂടും ഉണ്ടാകത്തില്ല, എന്താണ് വൈദ്യുതിയും കുറവായിരിക്കും. ചൂസ് ദ സൈസ് ഓഫ് ദ ഫാൻ അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ റൂം അല്ലെ. റൂമിന് ചേരുന്ന ഫാന് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടോ? ഈ ആറ്റംബർഗ് എന്നൊക്കെ പറയുന്ന BLDC ഫാൻ കേട്ടിട്ടുണ്ടോ? എന്താണ് ബ്രഷ്ലെസ് മോട്ടർ എന്നൊക്കെ പറയുന്നത്. എന്നുവെച്ചാൽ എന്താണ്? നമ്മൾ ഈ സാധാരണ ഫാൻ കറങ്ങുന്ന പോലെ രീതിയിലല്ല ഇത് കറങ്ങുന്നത്. ഇതുപോലത്തെ മോട്ടർ അല്ല അതിനകത്ത് വരുന്നത്. അപ്പോൾ എന്താണ്? ഫ്രിക്ഷനും മറ്റു കാര്യങ്ങളും കുറവാണ്. അതുകൊണ്ട് തന്നെ എനർജി കുറച്ചേ എടുക്കത്തുള്ളൂ. ഓക്കെ, US BLDC ഫാൻ അതവിടെ കിടക്കുകയല്ലേ അല്ലേ. ബ്രഷ് ലെസ് ഡയറക്റ്റ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം സാധനങ്ങളാകുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചല്ലേ, നമ്മൾ ഈ പറഞ്ഞ മോട്ടോറിൽ ഗ്രാഫൈറ്റ് ബ്രഷൊക്കെ ഉപയോഗിക്കുന്ന. അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോണിക്സിൻ്റെ ഭാഗമാണിത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. വേറെ എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത്? കാരണം എനർജി എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ അത്യാവശ്യം ഉൽപ്പാദിപ്പിക്കാൻ കുറച്ച് പാടുള്ള സാധനമാണ്. ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഫ്രീ ആയിട്ട് കിട്ടുക എന്നൊരു സാധനമായിരുന്നെങ്കിൽ നമുക്ക് കറണ്ടിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ പൈസ കൊടുക്കണം. അപ്പോൾ വൈദ്യുതി പോലെയുള്ള മറ്റെല്ലാ എനർജികളും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു അവസ്ഥ വന്നിരിക്കുന്നതിന് നമുക്ക് എനർജി ക്രൈസിസ് എന്ന് പറയാം. എന്താ ക്രൈസിസ്? ക്രൈസിസ് എന്ന് വെച്ചാൽ ഒരു പ്രതിസന്ധിയാണ്. അതായത് നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് എനർജി ഇല്ലാതെ വരുന്ന അവസ്ഥ. എനർജി ക്രൈസിസ് ഈസ് ദ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ എനർജി ആൻഡ് ഡിക്രീസ് ഇൻ അവൈലബിലിറ്റി. ഡിമാൻഡ് കൂടുന്നു, അവൈലബിലിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എനർജി ക്രൈസിസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? എനർജി ക്രൈസിസ് എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പെട്രോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു 10, 20, 30 വർഷം മുമ്പ് നാട്ടിലുണ്ടായിരുന്നു. 30 വർഷം മുമ്പ് നിങ്ങളില്ല, എന്നാലും നിങ്ങളുടെ വീട്ടിനടുത്ത് ചോദിച്ചാൽ അറിയാമായിരിക്കുമല്ലോ. കാറിൻ്റെ എണ്ണവും നിങ്ങൾ ഇപ്പോൾ ഉള്ള നാട്ടിലുള്ള കാറിൻ്റെ എണ്ണവും നോക്കുക, കൂടുതലല്ലേ. പണ്ട് കാലത്ത് കാറെന്നൊക്കെ പറഞ്ഞാൽ ലക്ഷറിയാണ്. അതായത് ഞാൻ കൊച്ചായിരുന്ന സമയത്ത് നമ്മുടെ ഒരു ഭാഗം ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു വീടോ 2 വീട്ടിലോ കാറുണ്ടാവുള്ളൂ, ബാക്കിയിടത്തും കാറുണ്ടാവത്തില്ല. എന്നാൽ ഇന്നാണെങ്കിലോ, ഇന്ന് 1, 2 വീട്ടിലെ കാർ ഇല്ലാതുള്ളൂ, ബാക്കി എല്ലായിടത്തും എന്താണ്? കാറുണ്ട്. EMI ഇട്ടെങ്കിലും ഒരു കാർ എല്ലാവരും വാങ്ങിച്ചു വയ്ക്കും. കാരണം ആവശ്യമുണ്ട്, കാരണം അതിൻ്റെ ഉപയോഗമുണ്ട്, സേഫ്റ്റി ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. ഓക്കെ, പക്ഷേ ഇതെല്ലാത്തിനകത്ത് ഉപയോഗിക്കേണ്ടത് പെട്രോൾ അല്ലേ അല്ലെങ്കിൽ ഡീസൽ അല്ലേ? ഇത് നമ്മളെ ഭൂമിയിൽ നിന്ന് കുഴിച്ചല്ലേ എടുക്കുന്നത്. അപ്പോൾ കാറിൻ്റെ എണ്ണം കൂടി എന്ന് പറഞ്ഞ് പെട്രോളിൻ്റെ അളവ് ഭൂമിയിൽ കൂടുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? ഡിമാൻഡ് കൂടും, സപ്ലൈ കുറയും. അപ്പോൾ വില എന്ത് ചെയ്യും? കൂടും. ഇതാണ് സംഭവിക്കുന്നത്.
ഇത് പെട്രോളിൻ്റെ ഒരു ഉദാഹരണം. ഇതുപോലെ തന്നെയാണ് വൈദ്യുതി ആയാലും മറ്റെന്ത് എനർജി ആയാലും. അപ്പോൾ ഈ പറയുന്ന എനർജികളുടെ ഉപയോഗം എന്ന് പറയുന്നത് കൂടുന്നു, പക്ഷേ അതിൻ്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എനർജി കിട്ടാതായിട്ട് വരും. ഇതിനാണ് നമ്മൾ എനർജി ക്രൈസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അധികമായിട്ട് ഈ അടുത്ത കാലങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും കുറച്ചുകൂടി മുമ്പേ ഉണ്ടായിരുന്നു പവർ ഷെഡ് അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ എന്താണ് പവർ കട്ട് എന്ന് പറഞ്ഞ പരിപാടി കേട്ടിട്ടുണ്ടാവുമല്ലോ. രാത്രി എല്ലാ ദിവസവും കൃത്യം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എന്ത് ചെയ്യും കറണ്ട് പോകുന്നൊരവസ്ഥയാണ് ഈ പറയുന്ന പവർ കട്ട് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ചിലപ്പോൾ അത് നേരിട്ടിട്ടുണ്ടാകണം എന്നുണ്ട് ഇല്ല, പക്ഷെ ഞാൻ കൊച്ചായിരുന്ന സമയത്തൊക്കെ എന്താണ് ഇവിടെ പവർ കട്ട് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലോട്ടൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, പവർ കട്ടുള്ളത് അറിയാൻ പറ്റും. കാരണം അവിടെയൊക്കെ 4-3 മണിക്കൂറൊക്കെ പവർ കട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. എന്നാൽ സിറ്റിയിലോട്ട് പവർ കട്ടേ ഇല്ലാത്ത സ്ഥലമുണ്ട്, അത് വേറെ കാര്യം, നമ്മളിപ്പോൾ നോക്കുന്നില്ല. നമ്മുടെ കേരളത്തിലും പവർ കട്ട് ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് പവർ കട്ട് ചെയ്യുന്നത്? നമുക്ക് അത്രത്തോളം എനർജിയുടെ ആവശ്യം എന്നുള്ളപ്പോൾ KSIBക്ക് അത്രത്തോളം കറണ്ട് കൊണ്ടുവരാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, അത്രയും നേരത്തെ ഉപയോഗമെങ്കിൽ നമ്മൾ മിനിമം എന്ത് ചെയ്യും, കുറയ്ക്കും. നേരത്തെ കറണ്ട് പോകുമെന്ന് പറഞ്ഞാൽ നമ്മളതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്യും. ഇപ്പോഴും പലപ്പോഴായിട്ട് ലോഡ് ഷെഡിങ് ഉണ്ടാവാറുണ്ട്, എന്ന് വെച്ചാൽ ലോഡ് കുറയ്ക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്, എനർജി ക്രൈസിസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പലതരം പ്ലാന്റുകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് വരുന്നില്ല. ഇതൊക്കെ രീതിയിൽ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോ പവർ പ്ലാന്റുകളുണ്ട്, ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുണ്ട്, തെർമൽ പവർ പ്ലാന്റുകളുണ്ട്. എന്നാൽ ഇതല്ലാതെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള വിൻഡിൽ നിന്ന് സോളാറിൽ നിന്നുള്ള പവർ പ്ലാന്റുകളും ഉണ്ട്. അല്ല, സോളാറിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യാതൊരുവിധ പൊല്യൂഷനും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് കറണ്ട് കിട്ടുന്ന ഒരു സംഭവമാണ് എന്ത്, നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ ഭൂമിയിൽ എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് തന്നെ ആരാണ്, നമ്മുടെ സൂര്യനാണ് അല്ലേ. കാരണം ചെടികൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി കൊടുക്കുന്ന സൂര്യനാണ്. ഫോട്ടോസിന്തസിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഊർജ്ജത്തിൽ നിന്നാണല്ലോ നമുക്ക് ഭക്ഷണം കിട്ടുന്നത്. സോഴ്സ് അതാണ്. ഇനി ഈ പറയുന്ന സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് വൈദ്യുതി എന്ത് ചെയ്യാൻ പറ്റും, ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന ചൂടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ വാട്ടർ ഹീറ്റർ, സോളാർ കുക്കർ പോലുള്ള സാധനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കോൺകേവ് കണ്ണാടിയൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, സൂര്യപ്രകാശത്തെ നമുക്കൊരു പോയിന്റിലേക്ക് കൊണ്ടുവന്ന് ഫോക്കസ് ചെയ്യാം, ആ സ്ഥലത്ത് നമുക്കൊരു പാത്രം വെച്ച് കഴിഞ്ഞാൽ അതിന് ചൂടാക്കി എടുക്കാം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നു പഠിച്ചത്. അതുപോലെ സോളാർ വാട്ടർ ഹീറ്ററുകൾ നമുക്ക് വീടിൻ്റെ ടെറസിൽ വയ്ക്കാൻ പറ്റും, ചൂടുവെള്ളം എപ്പോഴും കിട്ടും. അങ്ങനെ സൂര്യപ്രകാശത്തിൻ്റെ ചൂട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന പ്രകാശം അഥവാ ലൈറ്റ് എന്ന് പറയുന്ന എനർജിയെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, നമുക്കതിനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാൻ പറ്റും. എങ്ങനെ, സോളാർ പാനലുകളിലൂടെ. ഇതൊന്നും നിങ്ങൾക്ക് അത്ര പരിചയമില്ലാത്തൊരു സാധനമൊന്നുമല്ല. ഈ ക്ലാസ് കാണുന്ന നിങ്ങൾ പലരുടെയും വീട്ടിൽ എന്തുണ്ടാവും, സോളാർ പാനൽ വെച്ചിട്ടുണ്ടാവും. ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ വീട്ടിൽ നമുക്കറിയാം, ഇപ്പോൾ സോളാർ എല്ലാവരും അല്ലേ, PM-ൻ്റെ സൂര്യഘർ പ്രോജക്റ്റൊക്കെ വന്നിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ടെറസ് വീടുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് സബ്സിഡിയോട് കൂടി എന്ത് ചെയ്യാം, സോളാർ പാനലുകൾ വയ്ക്കാൻ പറ്റും. അപ്പോൾ എന്താണ് സോളാർ പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോളാർ പാനൽ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇതൊരു ഫോട്ടോ വോൾട്ടിക് സെൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടിക് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് നടക്കുന്നത്. ഓരോ ചെറിയ ചെറിയ സെല്ലുകൾ ചേർന്നുള്ള ഈ വലുതിനാണ് നമ്മൾ സോളാർ പാനൽ എന്ന് വിളിക്കുന്നത് അല്ലേ. സോളാർ പാനൽ, അതിനകത്ത് ഓരോ ചെറിയ ചെറിയ കട്ടകളുണ്ടാവും. നിങ്ങളുടെ കാൽക്കുലേറ്ററിനകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സാധനം. അത് ഒന്നിനെയാണ് നമ്മൾ സോളാർ സെൽ എന്ന് വിളിക്കുന്നത്. ഇതിൽ ഫോട്ടോ വോൾട്ടിക് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. എന്ന് വെച്ചാൽ ഈ പറയുന്ന മെറ്റലിലോട്ട് സൂര്യപ്രകാശം വന്ന് വീഴുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എമിറ്റ് ആവും. ഈ എമിറ്റ് ആവുന്ന ഇലക്ട്രോൺസ് ഒരു നിശ്ചിത ദിശയിൽ ഫ്ലോ ചെയ്യും. ഇതാണ് സംഭവം. ഓക്കെ, വിശദമായിട്ട് പഠിക്കേണ്ട. ഫോട്ടോ വോൾട്ടിക് ഇഫക്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഡയോഡുകൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അങ്ങനെ സോളാർ സെല്ലുകൾ എന്ത് ചെയ്യും, നമ്മുടെ സൂര്യപ്രകാശത്തിനെ കൺവേർട്ട് ചെയ്ത് വൈദ്യുത ഊർജ്ജമായിട്ട് മാറ്റും. പക്ഷേ ഒന്നിലൊക്കെ വളരെ ചെറുത അളവിൽ എന്ത് ചെയ്യത്തുള്ളൂ, ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. അപ്പോൾ കുറേ എണ്ണം നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കും, നമുക്ക് കിട്ടുന്നതാണ് എന്ത്, സോളാർ പാനൽ. ഓക്കെ, സോളാർ പാനൽ. അപ്പോൾ സോളാർ പാനലുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് വൈദ്യുതി കിട്ടും. വീടുകളിൽ വയ്ക്കുന്നുണ്ട് ചെറിയ തോതിൽ, എന്നാൽ വലിയ രീതിയിലും ഇത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് പൂർണ്ണമായും സൂര്യപ്രകാശത്തിൽ പ്രവർത്തിക്കുന്ന ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് ഏതാണ്, നമ്മൾ ഈ പറയുന്ന അല്ലെ കൊച്ചിൻ എയർപോർട്ട്. കണ്ടേ, വേൾഡ്സ് ഫസ്റ്റ് എന്താണ്, സൂര്യപ്രകാശത്തിൻ്റെ ഇത് എന്ത് ചെയ്യുന്നു, പറയുന്ന ഫുൾ എയർപോർട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ വൈദ്യുതി എന്ന് പറയുന്നത് പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പൈസ ആവില്ലെന്നല്ല, എങ്കിലും അതിനുശേഷം അത് റണ്ണിങ്ങിന് നമുക്ക് പൊല്യൂഷൻ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഭയങ്കര ഗുണമാണ്. സൂര്യപ്രകാശത്തിന് കാശ് കൊടുക്കണ്ടല്ലോ, അത് ഫ്രീ ആയിട്ട് വന്നോളും, നമുക്ക് എന്ത് കിട്ടുള്ളൂ, എനർജി കിട്ടിക്കോളും. എന്നാൽ ഇന്നിപ്പോൾ രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന സോളാർ പാടങ്ങൾ, അതായത് സോളാർ പാനലുകൾ നിറച്ചു വെച്ചേക്കുന്ന സോളാർ പാടങ്ങൾ തന്നെയുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ ഈ അദാനി ഗ്രൂപ്പിൻ്റെ ഒരു പരസ്യം TV-യിൽ വരുമായിരുന്നു. അതിനകത്ത് ഈ സോളാർ പാടങ്ങളെ പറ്റിയിട്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും എന്ത് ചെയ്യാം, ഇത് വയ്ക്കാം. ഒരു 2-3 ലക്ഷം രൂപയൊക്കെ നമുക്ക് ചിലവാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സോളാർ എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. 3 ലക്ഷത്തിന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 3 കിലോ വാട്ട്, അതുപോലെ 5 കിലോ വാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്.
നിങ്ങൾക്ക് വയ്ക്കാം, വേണമെങ്കിൽ വീഡിയോയായിട്ട് സംസാരിക്കാം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂര്യപ്രകാശത്തിനെ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. കാരണം സ്ലോപ്പിംഗ് റൂഫിലും നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഗുണങ്ങൾ എന്താ സോളാർ പാനൽ വയ്ക്കുന്നുള്ള ഗുണം? ഒന്ന്, ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ഫോർ ദ ഹോംസ്. വീടിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. വേണമെങ്കിൽ നമുക്ക് ഉൽപ്പാദിപ്പിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിലെ ബാറ്ററി തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ KCBക്ക് കൊടുത്തിട്ട് മീറ്ററിന് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീറ്റർ വെച്ചിട്ട് നമ്മൾ എത്ര കൊടുത്തു, നമ്മൾ എത്ര ഉപയോഗിച്ചു എന്ന് വെച്ചിട്ട് ലാഭിക്കാം. റെഡ്യൂസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാൻ പറ്റും. ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോസസ് ആർ മിനിമൈസ്ഡ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ആലോചിച്ച് നോക്കിയേ, അങ്ങ് മൂലമറ്റത്ത് നിന്നുണ്ടാക്കുന്ന വൈദ്യുതി തിരുവനന്തപുരത്തുള്ള എൻ്റെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയും ദൂരം ഈ പറയുന്ന ട്രാൻസ്മിഷൻ വയറുകളിലൂടെ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം H=I²RT ജൂൾ നിയമം. ആ രീതിക്ക് കുറേ ചൂടിൻ്റെ ഫോമിൽ ഹീറ്റ് ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യണ്ടല്ലോ. സോ നമുക്ക് ആ ലോസസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫോമറുകളുടെ ആവശ്യം എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഗുണങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് ഉണ്ട്. പക്ഷേ 3-4 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം കറണ്ട് ബില്ല് വരുന്ന വീടാണെങ്കിൽ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൊല്യൂഷനും സോളാർ പാനൽ അതിനൊരു ആൾട്ടർനേറ്റീവായിട്ട് നമുക്ക് പറയാം. ഇവിടെ നിന്ന് ഉറപ്പായിട്ട് ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഡെഫിനറ്റ് ആണ്, എഴുതി വെച്ചോ. പക്ഷേ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും സ്വന്തമായിട്ട്. ഇത്രയും ഒന്ന് കേട്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റും. അത്തരം ചോദ്യങ്ങളുണ്ടാവും. തീർന്നോ? ലാസ്റ്റ് വരുന്ന ഭാഗമാണ് കാർബൺ ഫുട് പ്രിൻറ്റ്. നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തി ആലോചിച്ച് നോക്കിയേ, എന്തുമാത്രം കാർബണാണ് പുറത്തു പിടിക്കുന്നത്. എങ്ങനെ? നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോഴത്തേക്കും വീട്ടിൽ രാത്രി കിടന്നുറങ്ങാൻ ഫാന് വേണം. ഫാന് കറങ്ങണമെങ്കിൽ കറണ്ട് വേണം. ആ കറണ്ട് ഉണ്ടാക്കുന്നത് തെർമൽ പവർ പ്ലാന്റിൽ നിന്നാണ്. അപ്പോൾ അവിടെ കോള് കത്തിക്കുമ്പോൾ കാർബൺ ഉണ്ടാവും. നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ വണ്ടി വേണം. വണ്ടിയിൽ ഉപയോഗിക്കുന്നത് പെട്രോളാണ്. പെട്രോൾ കത്തുമ്പോൾ എന്ത് വരും? കാർബൺ വരൂലേ? അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരം മുതൽ ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ നമ്മുടെ ദൈനംദിന ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഉപയോഗിക്കും, പല എനർജികളും ഉപയോഗിക്കും. ഈ ഉപയോഗിക്കുന്ന എനർജികളിൽ നിന്നും അല്ലെങ്കിൽ ആ എനർജി സോഴ്സിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള പ്രകൃതിക്ക് ദോഷമാകുന്ന വാതകങ്ങൾ നമ്മൾ വിടും. അങ്ങനെ നമ്മളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നു, അതാണ് കാർബൺ ഫുട് പ്രിൻറ്റ്. നമ്മളതിനെ കാർബൺ ഡയോക്സൈഡ് ഇക്വലൻസ് എന്ന് പറയുന്ന ഇക്വലൻസ് ടു കാർബൺ ഡയോക്സൈഡ് എന്ന രീതിക്കാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വെച്ചാൽ ഓരോ വ്യക്തിയുടെ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിക്കാന്ന് വെച്ചാൽ കോംപ്ലക്സ് പ്രോസസ് ആണെങ്കിലും, അതായത് ഇപ്പോൾ നമ്മൾ പല കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ പോലുള്ള പല വാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ ഒരു വ്യക്തി ദ ക്വാണ്ടിറ്റി ഓഫ് സച്ച് എമിറ്റഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൺവേർട്ടഡ് ആൻഡ് എക്സ്പ്രസ്ഡ് ആസ് ഇക്വലന്റ് ടു ദ മെഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് വെച്ചാൽ CO2e എന്ന് പറയുന്നത്. CO2e കാർബൺ ഡയോക്സൈഡ് ഇക്വലൻസ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. നോക്കട്ടെ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി എമിറ്റഡ് ബൈ ഇൻഡിവിജ്വൽസ്, ഫാമിലീസ് ആൻഡ് ഓർഗനൈസേഷൻസ്. നമ്മളായാലും കമ്പനികളായാലും വീടുകളായാലും പല പ്രവർത്തികൾ ചെയ്യുമ്പോഴും ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ്. എന്താ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് അറിയാമല്ലോ അല്ലേ? നമ്മൾ ജോഗ്രഫിയിൽ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ത് ചെയ്യും? നമ്മുടെ ഭൂമിയുടെ താപനില കൂട്ടിയിട്ട് ഗ്ലോബൽ വാർമിങ്ങിലോട്ടൊക്കെ കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. സോ നമ്മൾ ഈ പറയുന്നതിലേക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതാണ് കാർബൺ ഫുട് പ്രിൻറ്റ്. ഇത് നമ്മൾ എന്ത് ചെയ്യും? കാർബൺ ഡയോക്സൈഡ് ഇക്വലൻസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. കെമിസ്ട്രി നമ്മൾ പഠിച്ചതുപോലത്തെ ഒരു സംഭവം. അപ്പോൾ ഓരോ വ്യക്തി എന്ത് ചെയ്യണം? നമുക്ക് ഈ പറയുന്ന കാർബൺ ഫുട് പ്രിൻറ്റ് നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അതായത് ഒരു സാധനവും നമ്മൾ ആവശ്യത്തിലധികം വാങ്ങുകയോ ആവശ്യത്തിലധികം ഉപയോഗിക്കുകയോ വേസ്റ്റ് ആക്കുകയോ ചെയ്യാതിരിക്കുക. അത് എന്തായാലും, കാരണം അതിനൊക്കെ പിന്നിൽ എവിടെയൊക്കെയോ ആരൊക്കെയോ കുറേ എനർജി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആഹാരം കൊണ്ട് മുന്നിൽ വയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് എണീറ്റ് പോകുമ്പോൾ ഈ ആഹാരം നിങ്ങളുടെ മുന്നിൽ എത്താനായിട്ട് ഒരുപാട് പേര് അധ്വാനിച്ചിട്ടുണ്ട്. ഈ അധ്വാനിക്കുമ്പോൾ പലരും എനർജി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, വണ്ടിക്ക് പെട്രോൾ അടിക്കാനും മറ്റു കാര്യങ്ങൾക്കും ട്രാൻസ്പോർട്ടേഷനും. ഈ എനർജിയൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയതല്ലേ. സോ ആവശ്യമുള്ളത് മാത്രം വാങ്ങുക, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് കാർബൺ ഫുട് പ്രിൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും? ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. എങ്ങനെയായിരിക്കും? ഡൊമസ്റ്റിക് എനർജി കൺസംഷൻ കുറയ്ക്കുക, വീട്ടിൽ എനർജി മാക്സിമം കുറയ്ക്കുക, ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കുക, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക, അതുപോലെ റീയൂസബിൾ സാധനങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ വീണ്ടും വീണ്ടും വാങ്ങേണ്ട ആവശ്യം വരത്തില്ലല്ലോ. സൊസൈറ്റി എഡ്യൂക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് എനർജി കൺസംഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എനർജി സേവിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ്, സെമിനാറുകൾ, പ്രോജക്റ്റുകൾ, കാര്യങ്ങൾ ചെയ്യുക. എനർജി ഈസ് പ്രഷ്യസ്, ഡോണ്ട് വേസ്റ്റ്. മിക്കവാറും നിങ്ങളുടെ സ്കൂളിൽ എന്ത് വരും? ഇതുമായി ബന്ധപ്പെട്ടൊരു സെമിനാർ പേപ്പർ തരും. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പ്രസൻറ്റ് ചെയ്യണം. തീർന്നു. ഇത്രയും പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചെറിയ ചാപ്റ്റർ എന്ത് ചെയ്യണം? അവസാനിക്കുകയാണ്. ലെറ്റ്സ് അസസ് ഭാഗത്തു നിന്ന് നല്ല ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. ക്ലാസ് ഇഷ്ടപ്പെട്ട് 10 ചോദ്യങ്ങളോളം ഉണ്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.